ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സേമിയം പാലും നമ്മൾ കാസർഗോട്ടാറ് സേമിയം പാലില്ലേ അതുണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഓർഡർ ഉണ്ട് നാളെ കൊടുക്കാൻ ഫ്രോസൺ ഉന്നക്കായി. അപ്പോൾ അതിൻ്റെ പണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നക്കായ്ക്കല്ലേ മുട്ട അധികം തേങ്ങ കുറവും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ എപ്പോൾ അങ്ങനെ പറയൽ മുട്ട അധികം ഇട്ടിട്ട് തേങ്ങ കുറച്ചിട്ട് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് അരച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് കല്ലെല്ലാം കవ్വാനുണ്ട്. അപ്പോൾ ഇതൊരു ഗർഭിണിക്ക് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് 50 ഉന്നക്കായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 50 ഉന്നക്കായി എല്ലാം ഉണ്ടാക്കി എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ശേഷം ഇത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ രാവിലത്തെ പാല് ഞാൻ നമ്മൾ നേന്ത്രക്കായ ഇട്ടിട്ട് വേവിച്ചത് ഒരു പായസം പോലെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ. പിന്നെ അങ്ങനെ ശേഷം ഞാൻ വൈകുന്നേരം പിള്ളേരെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കാഞ്ഞങ്ങാട് പോകുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയത്. അടക്കം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജ്യൂസെല്ലാം കുടിച്ചിട്ട് അപ്പോൾ നമ്മൾ കാസർഗോഡിൽ പോയത്. കാസർഗോഡിൽ പോയത് എവിടെയെന്ന് പറഞ്ഞെങ്കിൽ ഇതില്ലേ ബംഗ്ലാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടത്. അങ്ങനെ അവിടുന്ന് ജ്യൂസെല്ലാം കുടിച്ച് പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഗ്രേപ്പ്, പിന്നെ ഒരാൾ അവിൽ മിൽക്ക്, പിന്നെ ഫ്രൈഡ് മൊമോസ് എല്ലാം കഴിച്ച്. ഒരു മോന് വനില അവിൽ മിൽക്ക് കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളെല്ലാം ടേസ്റ്റ് നോക്കിയത് ഇങ്ങനെ. അങ്ങനെ വന്നതിന് ശേഷം 50 സമൂസ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇതെല്ലാം ക്യാബേജെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി 50 സമൂസ ഉണ്ടാക്കി. അപ്പോൾ രണ്ടോട്ടായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയത് 25 ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ 25 ആക്കിയിട്ട് പിന്നെയും വെച്ച് അങ്ങനെ ഇത് ഫ്രോസനാക്കാൻ വെച്ച് രാത്രി. അങ്ങനെ പിറ്റേ ദിവസം ഇത് രാവിലെ ഇനി മുട്ടമാല ഉണ്ടാക്കാനുണ്ട് 30. രാവിലെ ദോശയും രാത്രിയിലത്തെ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കി. ഇതിപ്പോൾ 30 മുട്ടമാലക്ക് 2 പ്ലേറ്റിൽ 15 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സിറപ്പാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് 2 പ്ലേറ്റിലാക്കിയത് വേറെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുട്ടമാല ഉണ്ടാക്കുന്നുണ്ട്. മുട്ടമാല കുറച്ചെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ചൂടോടെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുത്തിട്ട് ചൂടോടെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ടുണ്ടാവും. ഇത് ഫോർക്കോട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കയ്യിലാക്കുന്നില്ല, 2 സ്പൂണിനോട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചാൽ മതി. അത് ഞാൻ വീഡിയോ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുട്ട മാലയാക്കിയിട്ട് വെച്ച്. പിന്നെ ഇത് അതിൻ്റെ കിണ്ണത്തപ്പം ഇല്ല പുഡിങ് അതാക്കുന്നുണ്ട്. അത് 15 മുട്ടൻ്റെ. ഇത് 15 മുട്ടൻ്റെ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രേ ഉണ്ട്, അല്ല ടിന്നുണ്ട്, അതിലുണ്ടാക്കൽ. അങ്ങനെ മുട്ടമാലയും റെഡിയായി. ഇപ്പോൾ ഇതൊന്ന് ഉച്ചക്ക് 1:30 കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാം പാക്കെല്ലാം ആക്കിയിട്ട് സ്റ്റിക്കറെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 25 പാക്കാക്കിയത് സമൂസയും ഉന്നക്കായും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മുട്ടമാല അങ്ങനെ 4 ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 3 ബോക്സിൽ കഴിയുന്നില്ല എന്നപ്പോൾ 4 ബോക്സിലാക്കിയിട്ട് 30 മുട്ടൻ്റെ മുട്ടമാല 4 ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ബോക്സിലാക്കിയിട്ട് എല്ലാം മൂടിയിട്ട് പിന്നെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡറെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ. അപ്പോൾ ഇത് ഡെലിവറി ആക്കാനുണ്ട്, 1:30 മണിക്ക് ഡെലിവറി ആക്കേണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ഓർഡർ കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ പുതിയതായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇനിയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ